നിലകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ താഴത്തേക്ക് സ്റ്റെപ്പ് വഴി 3 പടികളുണ്ട്. അതോടൊപ്പം തന്നെ മുകളിലേക്ക് ഇത് കാണുന്നുണ്ട്. പരീക്ഷണത്തിൽ അർത്ഥത്തിൽ വിജയിച്ചു എന്ന് പറയാം. പാലക്കാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന ഉദയ് ഡബിൾ ഡെക്കർ എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടണമെന്നും ഇവിടെ നിന്ന് സർവീസ് ആരംഭിക്കണമെന്നും. എന്തായാലും അതിൽ തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ പരീക്ഷണ ഓട്ടം നടത്തിയിരിക്കുകയാണ്. നമുക്ക് ആദ്യം ഡബിൾ ഡെക്കർ ട്രെയിൻ ഒന്ന് കാണാം. ഇതിന്റെ കോച്ചുകളിൽ 2 നിലകളിലായി ആളുകൾക്ക് ഇരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. നമ്മൾ ഈ ട്രെയിനിന്റെ അകത്തേക്ക് നമുക്ക് വരാം. ഇതാണ് AC കോച്ചാണ്. ഇവിടെ നിന്നും 2 നിലകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ താഴത്തേക്ക് സ്റ്റെപ്പ് വഴി 3 പടികളുണ്ട്. 3 പടികളാണെങ്കിൽ താഴത്തേക്ക് പോകാം. അതോടൊപ്പം തന്നെ മുകളിലേക്ക് ഇത് കാണുന്നുണ്ട്. ആദ്യം നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് വരാം. ഇതാണ് ഏറെ നാളത്തെ ആവശ്യം. ഈ പ്രദേശത്തെ ആളുകൾ ആഗ്രഹിച്ചിരുന്ന, പാലക്കാട്ടുകാർ ആഗ്രഹിച്ചിരുന്ന ഒരു ട്രെയിനാണ് ഡബിൾ ഡെക്കർ ട്രെയിൻ ഇവിടേക്ക് വരിക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഒരു വശത്ത് 3 പേർക്ക് ഇരിക്കാവുന്നതും മറുവശത്ത് 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് സീറ്റുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിന് താഴെയും ഇതേ രീതിയിൽ തന്നെ 1ാമത്തെ നിലയും 2ാമത്തെ നിലയും ഇതേ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സീനിയർ സെക്ഷൻ എഞ്ചിനീയർ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പരീക്ഷണോട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കുന്നത്? ഇതിൽ നമ്മൾ ഹൈ സ്പീഡ് ക്യാമറാസ് വെച്ചിട്ടുള്ള മോഷൻ പിക്ചേഴ്സ് എടുത്തിട്ട് ഈ പ്ലാറ്റ്ഫോമും ബോഗിയും തമ്മിലുള്ള സ്പേസിങ്, അതൊരു തെർമോക്കോളിൻ്റെ പീസസ് വെച്ചിട്ട് ആ സ്പേസിങ് എവിടെയെങ്കിലും നമ്മളുടെ ബോഗി പ്ലാറ്റ്ഫോമിൽ ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് HD ക്യാമറാസ് വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതിപ്പോൾ ഇതുവരെ അവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ ഇതുവരെ എത്തുന്നവരെ എവിടെയും ഒരു ഇഷ്യൂസ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിജയിച്ചു എന്ന് പറയാം. ഇത് എങ്ങനെയാ വെച്ചാൽ 2 കോച്ചിലാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പരീക്ഷണോട്ടത്തിൽ 2 കോച്ചസാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് ലോഡഡ് കോച്ച്, ഒന്ന് അൺലോഡഡ് കോച്ച്. അൺലോഡഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാലി കമ്പാർട്ട്മെൻറ്റും, ലോഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസഞ്ചേഴ്സ് ഫുള്ളായിരുന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന് നമ്മൾ മണൽ ചാക്കുകൾ വെച്ചിട്ട് ലോഡഡ് ഒരു ഓപ്ഷനാണ് ചെയ്യുന്നത്. ആ 2 കമ്പാർട്ട്മെന്റിലും നമ്മൾ ക്യാമറാസ് വെച്ചിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്ക് പാലക്കാട് നിന്ന് ആരംഭിച്ച് പൊള്ളാച്ചി വഴി കോയമ്പത്തൂർ എത്തുകയും അവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് പോകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഷെഡ്യൂൾ. ഇപ്പോൾ നിർദ്ദിഷ്ട ഷെഡ്യൂൾ വന്നിട്ടുള്ളത്. അവിടെ നിന്നും 2:15 ആരംഭിച്ച് ഇവിടെ 11:50 പാലക്കാട് വരും. ഇപ്പോൾ ഇത് ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ട്രാക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും, ഇത് മുകളിലത്തെ നിലയിലിരുന്ന് കാണുന്ന കാഴ്ച. സാധാരണ ട്രെയിൻ യാത്ര നടത്തുന്ന ആളുകൾക്കെല്ലാം അറിയാം, ഏറ്റവും ഈ ഇതിൻ്റെ ജാലകത്തിന് അടുത്തിരുന്ന് യാത്ര ചെയ്യുന്നതായിരിക്കും ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ നിന്ന് കാണുമ്പോൾ നല്ല കാഴ്ചകൾ, സുന്ദരമായ കാഴ്ചകൾ കാണാൻ കഴിയും എന്നുള്ളത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആകർഷിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഡബിൾ ഡെക്കർ ട്രെയിൻ വിനോദസഞ്ചാരത്തിന് കൂടി കൂടുതൽ ലക്ഷ്യം വെച്ച് നടക്കുന്ന ഒരു ട്രെയിൻ കൂടിയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പാലക്കാട് നിന്നും സാധാരണ നമ്മൾ കഞ്ചിക്കോട് വഴിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ 1 മണിക്കൂർ, പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് 1 മണിക്കൂർ മതി. പക്ഷേ ഇത് പൊള്ളാച്ചി വഴി പോകുമ്പോൾ അത് 3 മണിക്കൂർ വേണ്ടി വരുന്നു. 2 മണിക്കൂർ അധികം ഇവർക്ക് വാഹനത്തിൽ ട്രെയിനിൽ ഇരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു പോരായ്മയായിട്ട് യാത്രക്കാർ പറയുന്നത്. മറ്റൊന്ന്, പാലക്കാട് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ പൊള്ളാച്ചിയിലാണ് സ്റ്റോപ്പുള്ളത്. കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിനാണ്. വരും ദിവസങ്ങളിൽ അതിൽ കൃത്യമായ ഷെഡ്യൂൾ അറിയിച്ചുകൊണ്ട് തന്നെ സർവീസ് ആരംഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.